വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്നത്തോടുകൂടി കേരള ഹിസ്റ്ററിയുടെ ആ ഭാഗം തീരുകയാണ് നമുക്ക്. അപ്പൊ ഇനി നമുക്ക് എന്താ കുറച്ച് കേരള ഫാക്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ കേരളത്തിന്റെ ഭാഗത്തുള്ളൂ കേട്ടോ. പിന്നെ ജില്ലകളാണല്ലോ, അത് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടുന്ന ഉദാഹരണ നായകരും. അപ്പോ ഓരോ പ്രക്ഷോഭങ്ങൾ പഠിക്കാം അല്ലെ. കുറച്ച് ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളാണ്, കുറേ അധികം പഠിക്കാനില്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വൈദ്യുതി പ്രക്ഷോഭത്തെ കുറിച്ചാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത് നടന്നത് എവിടെയാണെന്നാണ് കൂടുതലും ചോദിച്ചു കണ്ടത്. വൈദ്യുതി പ്രക്ഷോഭം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തൃശ്ശൂർ ജില്ലയിലാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ്. അതായത് അന്നത്തെ കൊച്ചിയിലെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെ കുറിച്ച്. ആർ കെ ഷൺമുഖം ചെട്ടി എന്ന് പറയുന്ന ആളായിരുന്നു ഈ വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് എവിടത്തെ ദിവാനായിട്ടുണ്ടായിരുന്നത്, കൊച്ചിയിലെ ദിവാനായിട്ടുണ്ടായിരുന്ന ആള്. ഇദ്ദേഹം തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിക്ക്, ചന്ദ്രിക എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വൈദ്യുതി സമരം അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. 1936 നടന്നത്. കൊച്ചിയിലെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അവകാശം അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ത് നടന്നത്, വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്ന ഈ പ്രക്ഷോഭം നടന്നത്. ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ഇക്കണ്ട വാര്യർ എന്ന് പറയുന്ന ആളാണ്. ഇക്കണ്ട വാര്യറാണ് വൈദ്യുതി പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ്. എങ്കിലും ഈ ഇദ്ദേഹത്തെ കൂടാതെ എ ആർ മേനോൻ എന്ന് പറയുന്ന ആൾ കേട്ടോ, എ ആർ മേനോൻ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ സി ആർ ഇയുണ്ണി എന്ന് പറയുന്ന ആള്. ആരാണ്? സി ആർ ഇ യുണ്ണി എന്ന് പറയുന്ന ആളും എന്തിലുണ്ടായിരുന്നു, വൈദ്യുതി പ്രക്ഷോഭത്തിന്റെ നേതാക്കളായിട്ടുണ്ടായിരുന്നു. ഈ വൈദ്യുതി പ്രക്ഷോഭം പൂർണ്ണമായിട്ടും അടിച്ചമർത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി ഗവൺമെന്റ് ആണ് വൈദ്യുതി പ്രക്ഷോഭം അടിച്ചമർത്തിയത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ മക്കളെ നമ്മൾ പഠിച്ചത്, വൈദ്യുതി പ്രക്ഷോഭത്തെ കുറിച്ചല്ലേ പഠിച്ചേ. വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ 1936 തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ്. അന്നത്തെ കൊച്ചിയിലെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അവകാശം ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തതിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനമാണ് വൈദ്യുതി പ്രക്ഷോഭം. ഇക്കണ്ട വാര്യർ, എ ആർ മേനോൻ, സി ആർ ഇയുണ്ണി ഇവരൊക്കെയാണ് ഇതിന്റെ നേതാക്കള്. കൊച്ചി ഗവൺമെന്റ് ഈ സംഭവം പൂർണ്ണമായിട്ടും അടിച്ചമർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്തത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പട്ടിണി ജാഥ. ഈ പട്ടിണി ജാഥ നയിച്ചത് ആര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അതായത് മലബാർ മേഖല, പാലക്കാട് തൊട്ടുള്ള അങ്ങോട്ടുള്ള മേഖല മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ പറയാ, മലബാറിലെ ജനങ്ങളുടെ ജീവിതം വളരെ ശോചനീയമായിട്ടുള്ള ഒരു എന്താ സ്ഥിതിയിലായിരുന്നു. അങ്ങനെ മലബാറിലെ ജനജീവിതം, ആ ശോചനീയമായിട്ടുള്ള ജനജീവിതത്തെ കുറിച്ച് ആർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്, മദ്രാസ് ഗവൺമെന്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നയിച്ചതാണ് പട്ടിണി ജാഥ എന്ന് മനസ്സിലാക്കുക. പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നയിച്ചേന്ന് ഓർക്കുക. എവിടെ തൊട്ട് എവിടം വരെയാണ്? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു പട്ടിണി ജാഥ. കണ്ണൂർ മുതൽ മദ്രാസ് വരെയിലെ പട്ടിണി ജാഥ നയിച്ചത് 1936 ആരാണ്? എ കെ ഗോപാലനാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണത് ആരാണ് പട്ടിണി ജാഥ നയിച്ചത് എന്നാണ്. അദ്ദേഹം പങ്കെടുത്ത ഈ പട്ടിണി ജാഥയിൽ 32 പേരുണ്ടായിരുന്നു. പട്ടിണി ജാഥയിൽ എത്ര പേര് പങ്കെടുത്തു? 32 പേര്. അപ്പൊ മലബാറിലെ ജനങ്ങളുടെ ശോചനീയമായ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1936 എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ 32 പേരടങ്ങുന്ന സംഘം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ഒരു ജാഥ നടത്തി. ഈ ജാഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പട്ടിണി ജാഥ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന സമരത്തിന്റെ പേര് കല്ലറ പാങ്ങോട് സമരം. ഒരു സമരത്തിന്റെ പേരാണ് കല്ലറ പാങ്ങോട് സമരം. ഈ കല്ലറ പാങ്ങോട് സമരം എന്ന് പറയുന്ന സമരം എന്നാ നടന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 കല്ലറ പാങ്ങോട് സമരം നടന്നത്.
എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? അതായത് സർ സി പി രാമസ്വാമി അയ്യർ, എല്ലാവർക്കും അറിയാം അല്ലെ, സർ സി പി രാമസ്വാമി അയ്യർ ദിവാനാണ്. ആ സർ സി പി രാമസ്വാമി അയ്യരുടെ എന്താണ് അയ്യരുടെ ഭരണത്തിനെതിരെയും അതുപോലെ ജന്മിമാരായിട്ടുള്ള ആൾക്കാര് അനാവശ്യമായിട്ട് കുറേയധികം എന്ത് നടത്തുകയാണ് അവര്? ചന്തപ്പിരിവ് നടത്തുകയാണ്. എന്താ നടത്തണേ? ചന്തപ്പിരിവ് നടത്തുകയാണ്. ഇതിനെതിരെയും നടന്ന സമരത്തെയാണ് കല്ലറ പാങ്ങോട് സമരം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കല്ലറ പാങ്ങോട് സമരം എന്താന്നാ പറഞ്ഞ? കല്ലറ പാങ്ങോട് സമരം എന്ന് പറഞ്ഞ 1938 സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവിനും എതിരെ നടന്ന സമരമാണ് കേട്ടോ. ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണ്? ഒരാള് ചെല്ലപ്പൻ വൈദ്യനാണ് കേട്ടോ. ആരാണ്? ചെല്ലപ്പൻ വൈദ്യൻ കല്ലറ പാങ്ങോട് സമരത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ്. നോക്കുക, അടുത്തത് കൊച്ചപ്പി പിള്ളയാണ്. ആരാണ്? കൊച്ചപ്പി പിള്ള. അപ്പൊ ചെല്ലപ്പൻ വൈദ്യർ, കൊച്ചപ്പി പിള്ള എന്നിവർ കല്ലട പാങ്ങോട് സമരത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഈ കൊച്ചപ്പി പിള്ള ഉണ്ടായിരുന്നു. ചെല്ലപ്പൻ വൈദ്യരെ കൂടാതെ കൊച്ചപ്പി പിള്ളയും കെ കൃഷ്ണനും കൂടി ഉണ്ടായിരുന്നു. ഈ കൊച്ചപ്പി പിള്ളയും കെ കൃഷ്ണനെയും എന്ത് ചെയ്തു എന്നാ പറയണേ ഇവര്? അതായത് ഈ സമരത്തെ തുടർന്ന് ഇവരെ രണ്ടുപേരും തൂക്കിലേറ്റുണ്ടായി. അപ്പൊ 3 പേര് പ്രധാനമായിട്ടുണ്ടായിരുന്നു കല്ലറ പാങ്ങോട് സമരത്തിലെ. ചെല്ലപ്പൻ വൈദ്യരും കൊച്ചപ്പി പിള്ളയും കെ കൃഷ്ണനും ഉണ്ടായിരുന്നു. കെ കൃഷ്ണനായില് കൊച്ചപ്പി പിള്ളയും കെ കൃഷ്ണനെയും തൂക്കിലേറ്റി. കല്ലറ പാങ്ങോട് സമരം എന്നാ നടന്ന 1938 സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ ചന്തപിരിവിനും എതിരെ നടന്ന സമരമാണ്. ഇനി അടുത്തത് നോക്കൂ. അടുത്ത സമരത്തിന്റെ പേര് കടയ്ക്കൽ പ്രക്ഷോഭം എന്നാണ്. കടയ്ക്കൽ സമരം അല്ലെങ്കിൽ കടയ്ക്കൽ പ്രക്ഷോഭം എന്നൊക്കെ പറയും. ഈ കടയ്ക്കൽ പ്രക്ഷോഭം അല്ലെങ്കിൽ കടയ്ക്കൽ സമരം ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം. അപ്പൊ കേരളത്തിൽ നടന്ന പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? കടയ്ക്കൽ പ്രക്ഷോഭം. കേരളത്തിൽ നടന്ന പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയ്ക്കൽ പ്രക്ഷോഭമാണ് പറയും നമ്മൾ. 1938 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത്. കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ പ്രക്ഷോഭം നടക്കണേ. ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് എന്നോർക്കുക. ആരാണ്? ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ്. ഫ്രാങ്കോ രാഘവൻ പിള്ള. ക്ലിയർ ആയോ? ഈ രാഘവൻ പിള്ളയെ കടയ്ക്കൽ ഫ്രാങ്കോ എന്ന് വിളിക്കുന്നുണ്ട്. ഇയാള് ശരിക്കും രാഘവൻ പിള്ള എന്ന ഇയാളുടെ പേര്. ഇയാളെ വിളിക്കുന്നത് ഇയാളുടെ അപരനാമമാണ്. എന്താന്ന് പറഞ്ഞ കടയ്ക്കൽ ഫ്രാങ്കോ. എന്താ ഇയാളെ വിളിക്കണേ? കടയ്ക്കൽ ഫ്രാങ്കോ എന്നാട്ടോ വിളിക്കണേ. കടയ്ക്കൽ ഫ്രാങ്കോ എന്ന് വിളിക്കുന്നു. അപ്പൊ കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. അപ്പൊ കടയ്ക്കൽ പ്രക്ഷോഭം നമ്മുടെ കേരളത്തിലെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമാണ്. 1938 കൊല്ലം ജില്ലയിലാണ് നടന്നേ. അതിന്റെ നേതാവ് രാഘവൻ പിള്ളയാണ്. അദ്ദേഹത്തെ കടയ്ക്കൽ ഫ്രാങ്കോ അല്ലെങ്കിൽ ഫ്രാങ്കോ രാഘവൻ പിള്ള എന്നൊക്കെ വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അടുത്തത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പേരിട്ട് വിളിക്കാം. അടുത്തതിന്റെ പേര് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. എന്താണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്? എന്താ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം? അല്ലെങ്കിൽ ഇത് എന്നാ നടന്നേ? 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കണേ. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെയാണ് ശരിയായിട്ട് പറയാൻ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. അതായത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു ആര്? നമ്മുടെ സി പി രാമസ്വാമി അയ്യർ. ആ സി പി രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ എന്താണ് തെറ്റായ നികുതി പരിഷ്കാരത്തെ കുറിച്ച് ആൾക്കാർക്കൊക്കെ മോശമായിട്ടുള്ള അഭിപ്രായമായിരുന്നു. അങ്ങനെ എന്താ ഉണ്ടായേ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, 2 സംഘടന രൂപീകരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. ഒന്ന് എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കൊച്ചി പ്രജാമണ്ഡലം എന്ന് പറയുന്ന സംഘടന, അതായത് കൊച്ചി പ്രജാമണ്ഡലം, ഈ 2 സംഘടനകളാണ് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ കൊച്ചി പ്രജാമണ്ഡലം അതുപോലെ തന്നെ
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നിവര് നടത്തിയ പ്രക്ഷോഭം, അതായത് നമ്മുടെ തിരുവിതാംകൂർ ദിവാനായ സർ CP രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ ഈ രണ്ട് സംഘടനകൾ നടത്തിയ പ്രക്ഷോഭമാണ്. തിരുവിതാംകൂറിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്, തിരുവിതാംകൂറിലും നടന്നിട്ടുണ്ട്, കൊച്ചിയിലും നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് 1938, 39 കാലയളവിലാണ് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അങ്ങനെ ഇതിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരാള് പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള ഈ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ TM വർഗീസ് എന്ന് പറയുന്ന ആളുണ്ട്. TM വർഗീസ്, പട്ടം താണുപിള്ള ഒക്കെ നേതാക്കളായിരുന്നു. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട, ഇങ്ങനെ ഒരു രണ്ട് സംഘടനകളൊക്കെ ഉണ്ടാക്കി ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം നയിക്കാനുള്ള കാരണം എന്താണ്, എന്തായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം കൊണ്ടുവരിക. അതായത് തിരുവിതാംകൂറിൽ ശരിക്കും പറയാൻ വെച്ചാൽ എന്ത് നടത്തുക, എലക്ഷൻ നടത്തുക. എലക്ഷൻ നടത്തിയ കൃത്യമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരുമല്ലോ. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവര് എന്ത് നടത്തിയത്, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം നടത്തിയത്. തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം ആചരിച്ചത് എന്ന്, തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം ആചരിച്ചത് എന്ന് ചോദിച്ചാൽ 1939 ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. 1939 ഫെബ്രുവരി മാസം 13-ാം തീയതി തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം ആചരിച്ചു. 1939 യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, യൂത്ത് ലീഗ്. ആ യൂത്ത് ലീഗിലെ അംഗങ്ങള് സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ച് അവരൊരു പാർട്ടി തന്നെ രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ഉണ്ടായേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാ രൂപീകരിച്ചെന്നാ പറയണേ, അതായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്ന് അല്ലെ, ആ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ച അംഗങ്ങളാണ് യൂത്ത് ലീഗിലെ അംഗങ്ങൾ. സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ആരംഭിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി അടുത്തത് ഈ എന്താ പറയാ, CP രാമസ്വാമി അയ്യർ തോറ്റോടി ഇവിടുന്ന്, അതായത് CP രാമസ്വാമി അയ്യർ ദിവാൻ പദവിയൊക്കെ രാജിവെച്ച് അയാൾ എന്ത് ചെയ്തു എന്ന് പറയണത്, നാട് വിടാണ്ടായേ രാമസ്വാമി അയ്യർ. ആ നാട് വിടാൻ കാരണമായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭമാണെന്ന് പറയാം. CP രാമസ്വാമി അയ്യരെ ആക്രമിക്കുകയുണ്ടായി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം. അദ്ദേഹത്തെ കൂടി കുറിച്ച് പഠിക്കണം. ഏത് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് സർ CP രാമസ്വാമി അയ്യരെ എന്ത് ചെയ്തത്, ആക്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് KCS മണി. പരീക്ഷയ്ക്ക് ഇഷ്ടമുള്ള ചോദ്യമാണ് KCS മണി. ആരാണ്? KCS മണി കേട്ടോ. അപ്പൊ CP രാമസ്വാമി അയ്യർ ഒളിച്ചോടി പോയില്ലേ, രക്ഷപ്പെട്ടു പോയില്ലേ. അദ്ദേഹത്തിന് ശേഷം ആരായിരുന്നു ദിവാൻ പദവിയിൽ ഉണ്ടായിരുന്നത്, PGN ഉണ്ണിത്താൻ. ആരാണ്? PGN ഉണ്ണിത്താൻ ആയിരുന്നു. PGN ഉണ്ണിത്താൻ ആയിരുന്നു പദവിയിൽ ഉണ്ടായിരുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇദ്ദേഹത്തെ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ എന്ന് നമ്മൾ വിളിക്കുന്നു. തിരുവിതാംകൂറിലെ ലാസ്റ്റ് ദിവാനാണ് ആര്, PGN ഉണ്ണിത്താൻ. അപ്പൊ തിരുവിതാംകൂറിലെ ദിവാനായ സർ CP രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും അങ്ങനെയുള്ള സംഘടനകളൊക്കെ രൂപീകരിച്ച് അവര് നടത്തിയ പ്രക്ഷോഭമാണ് ശരിക്കും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. അതിന് നേതൃത്വം കൊടുത്തത് ശരിക്കും നയിച്ചതാരാണ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഇനി 1939 ഫെബ്രുവരി 13-ന് എന്ത് ചെയ്തു ഇവര്, അതായത് ഒരു തിരുവിതാംകൂർ ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്ന സംഭവം ആചരിക്കുക കൂടി ചെയ്യേണ്ടായി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് 1938-39 കാലയളവിൽ പട്ടം താണുപിള്ള, TM വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലൊക്കെയാണ്. മെയിൻ ആയിട്ടുള്ളവരുടെ ലക്ഷ്യം തിരുവിതാംകൂറിലെ ഇലക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇനി അടുത്തത് ഈ സർ CP രാമസ്വാമി അയ്യരെ ആക്രമിച്ച സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് KCS മണി. KCS മണി ആക്രമിച്ചു. ഇത്രയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ദിവാൻ പദവിയൊക്കെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയി. അപ്പൊ അദ്ദേഹം നാട് വിട്ടുപോയപ്പോ പകരം ആരെങ്കിലും വേണ്ടേ, അങ്ങനെ PGN ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആളെ പകരം ദിവാനായിട്ട് വന്ന് അദ്ദേഹം ഇവിടുത്തെ ലാസ്റ്റ് ദിവാനാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോ നമ്മുടെ എന്ത് കഴിഞ്ഞു, ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്ന ആ ഒരു പരിപാടി, ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് കരിവെള്ളൂർ സമരമാണ്. PSCക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് കരിവെള്ളൂർ സമര നായിക ആരാണെന്നുള്ളത്. കരിവെള്ളൂർ സമര നായിക ആരാണ്? K ദേവയാനിയാണ് അല്ലെ. കരിവെള്ളൂർ സമര നായിക കേട്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ കരിവെള്ളൂർ സമരം, കരിവെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാ സ്ഥിതി ചെയ്യണേ, കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂര്. അപ്പൊ കരിവെള്ളൂർ സമരം കണ്ണൂർ ജില്ലയിലാണ് നടന്നത്. 1946-ലാണ്
എന്തിനാണ് ഈ കരിവള്ളൂരിൽ സമരം നടന്നത്? പൂഴ്ത്തിവെപ്പിനെതിരെ നടത്തിയ സമരമാണ്. എന്തിനെതിരെ? പൂഴ്ത്തിവെപ്പിനെതിരെ നടത്തിയ സമരത്തെയാണ് എന്ത് പറയുന്നത്? കരിവള്ളൂർ സമരം. പൂഴ്ത്തിവെപ്പിനെതിരെയാണ് നടത്തിയത്. ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരമാണ്. അപ്പൊ പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിവള്ളൂരിൽ 1946 നടത്തിയ സമരം. കരിവള്ളൂരിൽ നിന്ന് കോവിലകം, ചിറക്കൽ കോവിലകം എന്ന് പറയുന്ന കോവിലകമുണ്ട്. ഈ ചിറക്കൽ കോവിലകത്തേക്ക് കൊണ്ടുപോയിരുന്ന നെല്ല് മുഴുവൻ ഇവര് പിടിച്ചെടുത്ത് ഗ്രാമവാസികൾക്ക് അത് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തു കരിവള്ളൂർ സമരത്തിൽ കേട്ടോ. കരിവള്ളൂർ സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് AV കുഞ്ഞമ്പു എന്ന് പറയുന്ന ആള്. ആരാണ് AV കുഞ്ഞമ്പു. പ്രധാന നേതാവാണ് AV കുഞ്ഞമ്പു കരിവള്ളൂർ സമരത്തിന്റെ. അടുത്ത K കൃഷ്ണൻ മാസ്റ്റർ ഒരു നേതാവാണ്. ആരാണ് K കൃഷ്ണൻ മാസ്റ്റർ? AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. ആരാണ്? P കുഞ്ഞിരാമൻ. ഇവരൊക്കെ നേതാക്കളാണ് എന്തിന്റെ? നമ്മുടെ കരിവള്ളൂർ സമരത്തിന്റെ. പക്ഷേ നമ്മളോട് P കുഞ്ഞിരാമൻ ട്ടോ. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കരിവള്ളൂർ സമര നായിക ആരാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയും K ദേവയാനിയാണ് കരിവള്ളൂർ സമര നായിക. K ദേവയാനിയാണ് എന്ത്? കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത്. കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണ്? കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണ്? അതായത് രക്തസാക്ഷികൾ എന്ന് പറയുന്നത് തിടിൽ കണ്ണൻ. ആരാണ്? തിടിൽ കണ്ണൻ. തിടിൽ കണ്ണൻ രക്തസാക്ഷിയാണ്. കീനേരി കുഞ്ഞമ്പു. ആരാണ്? കീനേരി കുഞ്ഞമ്പു. ഇവര് രണ്ടുപേരും രക്തസാക്ഷിയാണ്. അപ്പൊ 2 രക്തസാക്ഷികളും കരിവള്ളൂർ സമരത്തിലുണ്ട് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ കരിവള്ളൂർ സമരം എന്താണ്? കണ്ണൂർ ജില്ലയിലാണ് കരിവള്ളൂർ സമരം നടന്നത്. അതായത് കരിവള്ളൂരില് എന്താ പറയുന്നത്? പൂഴ്ത്തിവെപ്പിനെതിരെ, കോവിലകത്തും ഒക്കെ ജന്മിമാരുടെ ഒക്കെ പൂഴ്ത്തിവെപ്പിനെതിരെ നടത്തിയ സമരത്തെയാണ് നമ്മൾ കരിവള്ളൂർ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. കരിവള്ളൂരിൽ നിന്ന് ചിറക്കൽ കോവിലകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നെല്ല് നേതാക്കൾ തടഞ്ഞു വെക്കുകയും ഗ്രാമനിവാസികൾക്ക് അത് വിതരണം ചെയ്യുകയൊക്കെ ഇവർ ചെയ്തു. ഈ നേതാക്കളെ AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ തുടങ്ങിയവരായിരുന്നു. നേതാക്കളിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പേര് K ദേവയാനി എന്നാണ്. അവരെ കരിവള്ളൂർ സമര നായിക എന്നാണ് വിളിക്കുന്നത്. ചിറക്കൽ കോവിലത്തേക്ക് ആണ് കേട്ടോ നെല്ല് കൊണ്ടുപോയിടുന്നത്, ഓർക്കാം. ഈ കരിവള്ളൂരിന്റെ രക്തസാക്ഷികൾ, സമരത്തിലെ രക്തസാക്ഷികൾ തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവുമായിരുന്നു എന്നാ മനസ്സിലാക്കണം. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്ത സമരത്തിന്റെ പേരാണ് കൂത്താളി സമരം. എന്താണ് സമരത്തിന്റെ പേര്? കൂത്താളി ട്ടോ. കൂത്താളി സമരം എന്നാണ് അടുത്ത സമരത്തിന്റെ പേര്. കൂത്താളി എന്ന് പറയുന്ന സ്ഥലം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൂത്തോളി. കോഴിക്കോട് ജില്ലയിലാണ് കൂത്താളി എന്ന് പറയുന്നത്. കൂത്താളി എന്ന് പറഞ്ഞാലേ ഒരു എസ്റ്റേറ്റ് ആണ്. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി, കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി ആർക്ക് വേണമെന്ന് പറയാണ്? മലബാർ കളക്ടർ. മലബാർ കളക്ടർ എന്ത് ചെയ്തു? പാട്ടത്തിനെടുത്തു. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ എന്ത് ചെയ്തു എന്നാ പറയണത്? പാട്ടത്തിനെടുത്തു എന്നാ പറയണത്. അതിനെതിരെ നടത്തിയ സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൂത്താളി സമരം എന്ന് വിളിക്കുന്നത്. കൂത്താളി സമരം എവിടെയാണ് നടന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. 1940 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സമരം നീണ്ടു നിന്നിരുന്നു എന്ന് മനസ്സിലാക്കുക. ഈ കൂത്താളി സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സമരം എവിടെയൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിലായിരുന്നു വെച്ചാലും കോഴിക്കോട് ജില്ലയിൽ ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചക്കിട്ടപ്പാറ. അതുപോലെ തന്നെ കൂരച്ചുണ്ട്. ഏതാണ്? കൂരച്ചുണ്ട്. ചക്കിട്ടപ്പാറ, കൂരച്ചുണ്ട്. പിന്നെന്താണ്? ചെങ്ങരോത്ത് താലൂക്ക്. ഒരു താലൂക്കിന്റെ പേരാണ് ചെങ്ങരോത്ത് താലൂക്ക്. അപ്പൊ ചക്കിട്ടപ്പാറ, കൂരച്ചുണ്ട്, ചെങ്ങരോത്ത് താലൂക്ക് തുടങ്ങിയവ സ്ഥലങ്ങളിലാണ് എന്ത് നടന്നിട്ടുള്ളത് മനസ്സിലാക്കുക? കൂത്താളി സമരം നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ചത്താലും ചെത്തും കൂത്താളി. എന്താണ്? ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളതായിരുന്നു കൂത്താളി സമരത്തിന്റെ എന്താ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അങ്ങനെ കൂത്താളിയിലെ എന്താ പറയുന്നത്? കർഷക സംഘം എസ്റ്റേറ്റിൽ കയറി എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ സമരം ഭയങ്കരമായിട്ട് ശക്തിയായിപ്പോ പാട്ടഭൂമി തിരിച്ചു നൽകാന്ന് പറഞ്ഞിട്ട് ഒരു എന്തുണ്ടാക്കി? സന്ധി ഉണ്ടാക്കി. ആ സന്ധിയിൽ 1946 ആ സന്ധിയിൽ ഒപ്പുവെക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. 1967 അപ്പൊ എത്ര കാലം കഴിഞ്ഞാന്ന് ആലോചിച്ചൊക്കെ? 67 നമ്മുടെ EMS മന്ത്രിസഭയുടെ കാലത്താണ് എന്താണ് കൂത്താളി കർഷകർക്ക് തങ്ങളുടെ പാട്ടഭൂമിയുടെ എന്ത് ലഭിച്ചത്? സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് കേട്ടോ കൂത്താളി സമരം. ക്ലിയർ ആയോ? കൂത്താളി സമരം കോഴിക്കോടാണ്. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെ നടന്ന സമരമാണ്. അവരെന്ത് ചെയ്തു എന്നാ പറയണത്?
കർഷകരെ, കൂത്താളി കർഷകര് എസ്റ്റേറ്റിൽ കടന്നു കയറി കൃഷിയൊക്കെ ആരംഭിച്ചു. ചക്കിട്ടപ്പാറ, കൂരച്ചുണ്ട്, ചെങ്ങരോത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും എന്ത് നടന്നത്, ഈ കൂത്താളി സമരം നടന്നത്. ചെങ്ങരോത്ത് ഒരു താലൂക്കാണ്, മറ്റു പ്രദേശങ്ങളാണ്. 1940-50 കാലഘട്ടത്തിലാണ് നടന്നത്. ചത്താലും ചെത്തും കൂത്താളി എന്ന് പറയുന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ് അവർ ഈ സമരം നയിച്ചത്. സമരം ഭയങ്കര ശക്തി പ്രാപിച്ചു. അപ്പോൾ ഒരു സന്ധ്യയൊക്കെ 1946 ഉണ്ടാക്കി. എന്നിരുന്നാലും കൂത്താളി നിവാസികൾക്ക് അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ പാട്ടഭൂമി കൃത്യമായിട്ട് തിരികെ ലഭിച്ചത്, അല്ലെങ്കിൽ അതിന്റെ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ് എന്നും കൂടിയും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് തോൽവിറക് എന്ന് പറയുന്ന സമരത്തെ കുറിച്ചാണ്. തോൽവിറക് സമരം ട്ടോ, തോൽവിറക് സമരം. അപ്പൊ തോൽവിറക് സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അതായത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സമരമാണ് തോൽവിറക് സമരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നടന്നത് 1946 മനസ്സിലാക്കുക. തോൽവിറക് സമര നായിക ആരാണ്? കാർത്യായനിയാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യം ഓർത്താ മതി. കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ 1946 നടന്ന സമരമാണ് തോൽവിറക് സമരം. അതിന്റെ നേതാവ് ആരാണ്? കാർത്യായനിയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് നോക്കൂ, മാഹി വിമോചന സമരമാണ്. മാഹി വിമോചന സമരം. അപ്പൊ മാഹി വിമോചനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? അതായത് ഫ്രഞ്ചുകാരിൽ നിന്നും മാഹി രക്ഷപ്പെടാൻ അല്ലെ, അത് രക്ഷപ്പെട്ടത് എന്താ? 1900 നമ്മൾ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. 1954 ജൂലൈ മാസം 16 മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിക്കപ്പെട്ടത് അല്ലെ. അപ്പൊ മാഹി വിമോചന സമരം, മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി നടന്ന സമരമാണ് മാഹി വിമോചന സമരം എന്ന് ഓർത്തു വയ്ക്കാം. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് എന്താണ്? മയ്യഴി മഹാജനസഭ. അപ്പൊ മയ്യഴി മഹാജനസഭയാണ് എന്ത് നടത്തിയത്? മാഹി വിമോചന സമരം നടത്തിയത് എന്ന് മനസ്സിലാക്കുക. ഈ ഇത് രൂപീകരിച്ചത് മയ്യഴി മഹാജനസഭ 1938 രൂപീകരിച്ചു. ഈ എന്താ പറയാ, ശരിക്കും മാഹി വിമോചന സമരം ഇവർ രൂപീകരിച്ചു വെച്ചാലും മാഹി വിമോചന സമരം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ കുറെ നാൾ കഴിഞ്ഞിട്ടാട്ടോ. 1948 ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിമോചന സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മഹാജനസഭയിലെ ആൾക്കാരുണ്ടല്ലോ, വിപ്ലവകാരികൾ, അവര് ഫ്രഞ്ച് പതാക അഴിച്ചു മാറ്റി എന്ത് ചെയ്തു എന്നാ പറയണേ? ഇന്ത്യൻ പതാക, ഫ്രഞ്ച് പതാക അഴിച്ചു മാറ്റി ഇന്ത്യൻ പതാകയൊക്കെ ഉയർത്തി. ഇന്ത്യൻ പതാക 1948 ഒക്ടോബർ 22 അവർ ഇന്ത്യൻ പതാക ഉയർത്തി. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ 1948 ഒക്ടോബർ 22. ഈ ഒക്ടോബർ 22 പതാക ഉയർത്തി. പക്ഷെ ഒക്ടോബർ 28 ഇത് ആരടിച്ചമർത്തി? നമ്മുടെ മാഹിയിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാർ അടിച്ചമർത്തി. പക്ഷെ എത്ര അടിച്ചമർത്തിയാലും 1954 ജൂലൈ 16 ഫ്രഞ്ച് അധീനതയിൽ നിന്നും മാഹി മോചിക്കപ്പെട്ടു അല്ലെ. ഇനി മാഹി വിമോചന സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് IK കുമാരൻ മാസ്റ്റർ ആണ്. ആരാണ്? IK ട്ടോ, IK കുമാരൻ മാസ്റ്റർ ആണ്. IK കുമാരൻ മാസ്റ്റർ ആണ്. IK കുമാരൻ മാസ്റ്റർ ആണ് ഇതിന്റെ ആൾ. IK കുമാരൻ മാസ്റ്റർ കുമാരൻ മാസ്റ്റർ ആണ്. ഇദ്ദേഹത്തെ വിളിക്കുന്നത് മയ്യഴി ഗാന്ധി എന്നാണ്. എന്താ വിളിക്കണേ? മയ്യഴി ഗാന്ധി എന്നാണ് IK കുമാരൻ മാസ്റ്ററെ വിളിക്കണേ. എന്താ വിളിക്കണേ? മയ്യഴി ഗാന്ധി. IK കുമാരൻ മാസ്റ്ററെ വിളിക്കുന്നത് മയ്യഴി ഗാന്ധി എന്നാണ് കേട്ടോ. ഇനി അടുത്തത് എന്താ, മാഹി വിമോചന സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാന്ന് മനസ്സിലായി? നമ്മുടെ IK കുമാരൻ മാസ്റ്റർ ആണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ മാഹി സമരത്തെ കുറിച്ച്. മാഹി വിമോചന സമരം മാഹി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കാൻ നടത്തിയ സമരമാണ് മാഹി വിമോചന സമരം. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മയ്യഴി മഹാജനസഭയാണ്. അത് 1938 രൂപീകരിച്ചു. പക്ഷെ മാഹി വിമോചന സമരം 1948 നടന്നത്. മഹാജനസഭയിലെ വിപ്ലവകാരികള് ഫ്രഞ്ച് പതാക അഴിച്ചു മാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയത് 1948 ഒക്ടോബർ 22 ഒക്ടോബർ 28 പക്ഷേ ഫ്രഞ്ചുകാര് സമരം അടിച്ചമർത്തി. ഇനി എന്നാൽ എന്താ പറയുന്നത്, മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്നും 1954 ജൂലൈ 16 മോചിക്കപ്പെട്ടു. ഇനി മയ്യഴി ഗാന്ധി എന്ന് വിളിക്കുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. മാഹി വിമോചന സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവും IK കുമാരൻ മാസ്റ്റർ ആണ്. ഇനി ഒരു സമരം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. MSP സമരം എന്ന് പറയും. MSP സമരം, MSPയുടെ പൂർണ്ണരൂപം എന്താ? മലബാർ സ്പെഷ്യൽ പോലീസ്. അപ്പൊ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ വേതനവും ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് MSP സമരം അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം. 1946 മലബാർ സ്പെഷ്യൽ പോലീസ് സമരം നടന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. ഈ സമരം നടത്തിയത്
കൊണ്ട് തന്നെ ഏകദേശം 645 പോലീസുകാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിച്ചുവിട്ടു എന്ന് മനസ്സിലാക്കുക. 645ഓളം പോലീസുകാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിച്ചുവിട്ടു. അപ്പൊ നോക്കിയേ, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ വലിയൊരു ഭാഗം അല്ലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വളരെ കുറച്ച് മാത്രമേ കേരള ഫാക്സുമായിട്ട് 1-2 ടോപ്പിക്കും കൂടി ഉണ്ട്. അത് ഞാൻ നോക്കട്ടെ ഏതാണ്, അതും കൂടെ മുഴുവനായിട്ടുണ്ടായിരുന്നില്ല അവിടെ. പിന്നെ നമ്മൾ കേരളത്തിലെ ജില്ലകൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നവോത്ഥാന നായകൾ നമുക്ക് സൈഡിൽ കൂടെ പഠിച്ചു പോവാം കേട്ടോ. അപ്പൊ കേരളം എന്ന് പറയുന്ന ഭാഗം അങ്ങനെ നമ്മൾ വലിയൊരു ഭാഗമാണ് മാറ്റി വെച്ചത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയും, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ പഠിച്ച് പഠിച്ച് നമ്മൾ മുന്നേറും മക്കളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവർക്കും എന്താ പറയുക, വിജയാശംസകൾ. എല്ലാവരും നന്നായി പഠിക്കുക. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇനി സമയമുണ്ടെന്ന് വിചാരിച്ച് ആരും പിന്നോട്ട് പോകരുത് കേട്ടോ. നന്നായി പഠിച്ചു മുന്നോട്ട് പൊക്കോളൂ. കാരണം ഡേറ്റ് വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കിയിട്ട് ഇനി അത്ര നാളും ഞങ്ങൾ പഠിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.